Good morning all. ശാലിനി മാം ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ മാം? കേൾക്കുന്നുണ്ട്. മാം ജോയിൻ ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ. ജോയിൻ ചെയ്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഓൾ. ആക്ച്വലി എന്താണെന്നറിയോ, നല്ല മഴയും നെറ്റ്വർക്ക് ഇഷ്യൂ നന്നായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഓക്കെ കുഴപ്പമില്ല. ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. ഹൗ ആർ യു? ഹലോ, ഹലോ എല്ലാവരും ഓക്കെ അല്ലേ? അതെ മാം. ഓക്കെയാണ്. വീഡിയോ ഓഫ് ഉണ്ട്. അതാ പറഞ്ഞത് നെറ്റ്വർക്ക് ഇഷ്യൂ ആക്ച്വലി ഉണ്ടല്ലോ. ഇഷ്യൂ ഉണ്ട്, നല്ല മഴയൊക്കെയാണ്. അപ്പൊ കിട്ടുന്നില്ല എനിക്ക്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യായിരുന്നു ഇതുവരെ കേട്ടോ. സോറി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് നമ്മുടെ ഡെയിലി റുട്ടീനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോണത് കേട്ടോ. ആക്ച്വലി ഞാനൊരു വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മുടെ ഈ വിൻബിളില് നമ്മുടെ ഈ ഒരു കുടുംബത്തില് റീജോയിൻ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് എന്താ പറയാ, കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ബിസി ആയി പോയി. കുറച്ച് ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യാനും അതുപോലെ ഗൈഡ് ലൈൻസ് എടുക്കാനും കുറച്ച് നാള് ജോലി ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ഒരു ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോ വീണ്ടും നമ്മുടെ ഈ ഒരു കുടുംബത്തിലേക്ക് റീജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി മാക്സിമം എൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ടാവും, എൻ്റെ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടാവും. കാരണം നമ്മുടെ പാഷനിലൂടെയാണല്ലോ നമ്മൾ വളരുന്നത് അല്ലേ? സോ എവിടൊക്കെ പോയാലും നമ്മൾ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തും എന്ന് പറയുന്നത് പോലെ എവിടെയൊക്കെ കറങ്ങിയാലും നമ്മൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ തിരിച്ചെത്തും എന്നുള്ളതാണ്. സോ ആദ്യത്തെ ഒരു ദിവസം ക്യാമറ ഓഫാക്കേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഇറ്റ്സ് ഓക്കെ, നമ്മൾ വരും ദിവസങ്ങളിലെല്ലാം അത് റെഡിയാക്കും കേട്ടോ. ഇന്നിപ്പോൾ മഴയുള്ളതുകൊണ്ടായിരിക്കും നെറ്റ്വർക്ക് കിട്ടുന്നില്ല. സോ നമുക്ക് തുടങ്ങാം അല്ലേ നമ്മുടെ ഡെയിലി റുട്ടീൻ. ഹൗ ടു സെറ്റ് ഡെയിലി റുട്ടീൻ. എൻ്റെ പേര് ശാലിനി എന്നാണ് കേട്ടോ. ശാലിനി. ഓക്കെ, എല്ലാവരും രാവിലെയുടെ ആ ഒരു എനർജിയിലാണ് കാണാനുണ്ട്. അത്യാവശ്യം വളരെ അടിപൊളിയായിട്ടുള്ളൊരു മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ എനർജറ്റിക് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ? സോ നമ്മളുടെ ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ഡെയിലിയുള്ള റുട്ടീൻസ് ആണ്, ദിവസേനയുള്ള നമ്മുടെ ദിനചര്യകളാണ്. അപ്പോൾ ഡെയിലി റുട്ടീൻ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ. ഒരു ക്ലാസ് എന്നുള്ള രീതിയിലൊന്നും എടുക്കണ്ട. നമുക്കറിയുന്ന നോളജ് നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു രീതി. സോ എന്തിനാണ് നമ്മൾ മോർണിംഗ് റുട്ടീൻ അതല്ലെങ്കിൽ ഡെയിലി റുട്ടീനൊക്കെ സെറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് അഡ്വാൻറ്റേജസ് എന്നുള്ള രീതിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് ദിവസവും 4 മണിക്കോ 5 മണിക്കോ എണീക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തില്? ചാറ്റ് ബോക്സ് ഓൺ അല്ലേ? അയവ വരട്ടെ. ആഹാ, വാവ്.
4:30 me. Good. Okay, fine. ഇനി മിക്ക ആളുകൾക്ക് എന്താണെന്നറിയോ, ചിലപ്പോഴും മിക്ക സമയങ്ങളിൽ കഴിയാറില്ല. അങ്ങനെയുള്ള ആളുകളുമുണ്ട്. എങ്കിലും നമ്മുടെ ഈ ഒരു എന്താ പറയാ, മോർണിംഗ് സർക്കിൾ ഒക്കെ ഉള്ളതുകൊണ്ട് കുറെയൊക്കെ എല്ലാവരും എഴുന്നേൽക്കും അല്ലേ. നമ്മൾക്ക് ഇതിൽ ജോയിൻ ചെയ്യണം, ഒരു പുതിയ ഫ്രഷ് അപ്പ് അല്ലേ, ഒരു സ്റ്റാർട്ട്, ഒരു പുതിയ ക്രിയേഷൻ എന്നൊക്കെ പറയാം. അതുപോലെ നേരത്തെ എഴുന്നേൽക്കുക, പുതിയൊരു ദിവസത്തിലേക്ക് കടക്കുക, പുതിയ ഉന്മേഷത്തിലേക്ക് കടക്കുക അല്ലേ. ആ ഒരു രീതിയിൽ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് സ്വന്തം കാര്യങ്ങളൊക്കെ, ദിനചര്യകളൊക്കെ റെഡിയാക്കി അവനവന് വേണ്ടി കുറച്ച് സമയം കൊടുക്കുന്ന രീതിയിൽ നമ്മൾ നേരത്തെ എഴുന്നേൽക്കാറുണ്ട് അല്ലേ. മിക്ക ആളുകളും ഒന്നുകിൽ സമയം അവരുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട്, അവരുടെ ജോലിയുടെ ഭാരം കൊണ്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഉറക്കത്തിൻ്റെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ ഒക്കെ സാധിക്കാറില്ല. ആഗ്രഹമുണ്ടെങ്കിലും ഇറ്റ്സ് ഓക്കെ. പക്ഷെ അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലാത്തവരാണെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക, കുറച്ച് നേരത്തെ എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തി സമയം മാനേജ് ചെയ്യുക എന്നുള്ള ആ ഒരു കാര്യം, ആ ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഈ ഒരു നമ്മുടെ ഈ ഒരു ടീമിൽ ഇരിക്കുന്ന ഇത്രയും പേരും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണെന്നുള്ളതാണ്. എനിവേ, കുറച്ച് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ്, അതല്ലെങ്കിൽ പോസിറ്റിവിറ്റികൾ എന്താണ് ഡെയിലി റുട്ടീൻ സെറ്റ് ചെയ്യുന്നത് കൊണ്ട്, ദിനചര്യകൾ കൃത്യമായിട്ട് രൂപപ്പെടുത്തുന്നത് കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് എന്നുള്ളത് നോക്കാം. ബെറ്റർ ടൈം മാനേജ്മെന്റ്, ഇത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമുക്ക് സമയത്തെ നമ്മുടേതായ രീതിയിൽ മാനേജ് ചെയ്യാൻ കഴിയും. സമയം എല്ലാവർക്കും 24 hours ആണ് അല്ലേ, 24 മണിക്കൂറാണ്. ഇതില് ലൈഫിൽ സക്സസ് ആവുന്നവരും ലൈഫിൽ ഒന്നുമല്ലാതെ നോർമലൈസ് ചെയ്യപ്പെടുന്നവരും നോർമലൈസ് ആകുന്നവരും അവർക്കുള്ളതും 24 hours ആണ്. അപ്പോ എന്തുകൊണ്ടാണ് ചിലര് മാത്രം സക്സസ് ആവുന്നതും ചിലര് നോർമലൈസ്ഡ് ആകുന്നതും? അതിനുള്ള ആകെയുള്ള ഒരു ആൻസർ ആണ് അവർക്ക് ടൈം മാനേജ്മെന്റ് അറിയില്ല അല്ലെങ്കിൽ ചെയ്യില്ല എന്നുള്ളത് അല്ലേ. ഒന്ന് ഓർത്തു നോക്കിയാൽ നമുക്ക് അറിയാലോ. ഇപ്പോ നമ്മുടെ ഇന്ത്യയില് അംബാനിക്ക് 24 hours ആണുള്ളത്. സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഒരു പയ്യന് 24 hours ആണുള്ളത്. അവര് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ 24 hours മിക്കവാറും 20 hours ഹാർഡ് വർക്ക് അല്ലെങ്കിൽ സ്മാർട്ട് വർക്കിൽ ഉള്ളവരാണ്. നമ്മളാണെങ്കിലോ, സാധാരണ ആളുകളാണെങ്കിലോ ഈ പറഞ്ഞ 7, 8, 9 മണിക്കൂർ, ഏറിയ 10 മണിക്കൂർ നമ്മൾ ഉറങ്ങി അങ്ങ് തീർക്കും അല്ലേ. ബാക്കിയുള്ള കുറച്ച് സമയം ഭക്ഷണം കഴിക്കുക, 9 to 5 ജോലി ചെയ്യുക, പിന്നെ കുറച്ച് ഹോബീസിനായിട്ട് മാറ്റി വെക്കുക, ഇങ്ങനെ അങ്ങ് നമ്മളും അങ്ങ് തീർക്കും. സോ അവര് ചിലതൊക്കെ ത്യജിക്കുന്നത് കൊണ്ട്, ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് വേദനിച്ചാലും അവർ ആ സക്സസ് പോയിന്റിലേക്ക് റീച്ച് ചെയ്യും. നമ്മളോ ഒന്നും ത്യജിക്കാത്തത് കൊണ്ട് നമ്മുടെ കംഫർട്ട് സോണിലേക്ക് റീച്ച് ചെയ്യും. സോ അവര് നേടും, നമ്മൾ യാതൊന്നും നേടുകയില്ല. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾക്കെല്ലാം അറിയാം, എങ്കിലും ഞാൻ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അപ്പോ ഒരു ഡെയിലി റുട്ടീൻ പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ടൈം മാനേജ്മെന്റ് ആണ് ആദ്യത്തെ ബെനിഫിറ്റ്. ഒരു ദിവസത്തെ കാര്യക്ഷമമായിട്ട് വളരെ പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ ഇങ്ങനെ മാനേജ് ചെയ്യാണ് നമ്മുടേതായ രീതിയിൽ.
ഓക്കെ, കൃത്യമായ ഒരു സമയനിഷ്ഠ ഉണ്ടാവുമ്പോൾ എല്ലാത്തിനും ഒരു ഒതുക്കം വരും, എല്ലാത്തിനും ഒരു ഡിസിപ്ലിനിറ്റി വരും, അല്ലെ? ഒന്നും എവിടെയും പാഴായി പോകുന്നില്ല എന്ന് നമുക്ക് തന്നെ തോന്നി തുടങ്ങും. അവിടെയാണ് ഇതിന്റെ വിജയം. രണ്ടാമത്തത് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ആണ്. നമ്മുടെ കാര്യക്ഷമത, നമുക്ക് എത്രമാത്രം സ്മാർട്ട് വർക്ക്, ഇപ്പോഴും ഞാൻ ഹാർഡ് വർക്ക് എന്ന് പറയുന്നില്ല കേട്ടോ, സ്മാർട്ട് വർക്ക് ആണ്. കാരണം കാലം ആവശ്യപ്പെടുന്നത് സ്മാർട്ട് വർക്ക് ആണ്, നോട്ട് ഹാർഡ് വർക്ക്. മനസ്സിലായോ? അത് വളരെ ചിന്തിക്കേണ്ടതാണ്. മാർക്ക് മൈ വേർഡ്, സ്മാർട്ട് വർക്ക്. നമ്മൾ ഒരുപാട് പരിശ്രമിച്ചത് കൊണ്ടൊന്നും നേടാൻ പോകുന്നില്ല ഇപ്പോഴത്തെ കാലത്ത്. ആദ്യമാണെങ്കിൽ ഓക്കെ, ഇപ്പോഴെന്താണ് നമുക്ക് വേണ്ടത്? സ്മാർട്ട് വർക്ക് ആണ്. ചെയ്യുന്നത് സ്മാർട്ടായിട്ട് ചെയ്താൽ മതി, കഠിന പ്രയത്നം ആവശ്യമില്ല. എങ്ങനെയാണ് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന കാര്യം ഉണ്ടാവുക? നമ്മുടെ കാര്യക്ഷമത എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യപ്പെടുക? നമ്മളുടെ ഉള്ളില് ഒരു ഹിഡൻ പൊട്ടൻഷ്യൽ ഉണ്ട്, ഹിഡൻ ട്രൂ പവർ ഉണ്ട്, ഹിഡൻ സ്ട്രെങ്ത് ഉണ്ട്, അല്ലേ? ഇത് പുറത്തു വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ റിയലൈസ് ചെയ്യുന്നതൊക്കെ എപ്പോഴാണെന്നറിയാമോ? ഈ ഡെയിലി റുട്ടീൻ നമ്മുടെ ജീവിതത്തിൽ ഒരു നിശ്ചിത സമയം, ഒരു പർട്ടിക്കുലർ ടൈം മുതൽ നമ്മൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു പോയിന്റിലെത്തും. ആദ്യം നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ, നേരത്തെ എഴുന്നേൽക്കാനും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. പക്ഷെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഇത് നമ്മൾക്ക് എന്താണെന്നറിയാം, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗവും ഹാബിറ്റായിട്ട് അത് മാറും. 4 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാൾക്ക് ആദ്യം നല്ല ബുദ്ധിമുട്ടാണ്, ഒരിക്കലും അത് സാധിക്കില്ല. നല്ല തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ മൂടി പുതച്ചുറങ്ങേണ്ട ഒരു സമയത്ത് ഇങ്ങനെ എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നത് റിസ്ക് ആണ്, ടാസ്ക് ആണ്. ഒരിക്കലും അത് പോസിബിൾ അല്ല. പക്ഷെ ആദ്യമൊക്കെ അലാറത്തിന്റെ നിർബന്ധം പോകെ പോകെ നമ്മുടെ തന്നെ ബ്രെയിനിന്റെ നിർബന്ധമായിട്ട് മാറും. നമുക്ക് അലാറം ഇല്ലാതെ എഴുന്നേൽക്കാൻ പറ്റും. അതാ പറഞ്ഞത്, ഒരു പോയിന്റ്, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അപ്പോ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ആ പോയിന്റിൽ എത്തിയതിന് ശേഷമുള്ള നമ്മുടെ ജീവിതം ഉണ്ടല്ലോ, ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ഹിഡൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഹിഡൻ ട്രൂ പവർ ഒക്കെ റിയലൈസ് ചെയ്യുന്ന ഒരു സമയമാണ്. ആ ഒരു ഹിഡൻ പൊട്ടൻഷ്യൽ നമ്മൾ റിയലൈസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ്, മനസ്സിലാക്കി തുടങ്ങുമ്പോഴാണ് നമ്മുടെ കാര്യക്ഷമത, നമ്മുടെ ട്രൂ സ്ട്രെങ്ത് വർക്കാകും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? വേറെ നെറ്റ് ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയണം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ. സോ നമ്മുടെ അങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി, ജീവിതത്തെ കാര്യക്ഷമമായിട്ട് 24 മണിക്കൂറിനെ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഉപയോഗിക്കുന്നവർക്ക് ഇത് വളരെ ഈസിയാണ്. മനസ്സിലായോ? ദെൻ മെന്റൽ പീസാണ്, മാനസികമായിട്ടുള്ള ഒരു സമാധാനം. മനുഷ്യനെ എവിടെയൊക്കെ എത്തിയാലും അൾട്ടിമേറ്റ്ലി എന്താ വേണ്ടത്? സമാധാനമാണ്, അല്ലേ? നമ്മൾ കോടികളെ നോക്കി, കോടികൾ നേടി, ആഗ്രഹിച്ച ജോലി, ആഗ്രഹിച്ച പൊസിഷൻ, ആഗ്രഹിച്ച ജീവിതം എല്ലാം നേടി. പക്ഷേ അൾട്ടിമേറ്റ്ലി മനുഷ്യൻ ആഗ്രഹിക്കുന്ന, അർഹിക്കുന്ന ഒരു കാര്യമാണ് സമാധാനം. ഒരാൾ കോടീശ്വരനായിരുന്നാലും രാത്രിയിൽ ഉറങ്ങാൻ പോകുന്ന സമയത്ത് കണ്ണുകൾ അടയ്ക്കുമ്പോൾ ആധിയും ഈ പറഞ്ഞ വേവലാതികളുമാണെങ്കിൽ എന്താണ് അദ്ദേഹം നേടിയത്? അല്ലെ? ഒന്നും നേടുന്നില്ല. അതുകൊണ്ട് ആദ്യം വേണ്ടത് സമാധാന, അത് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഡെയിലി റുട്ടീൻ നിങ്ങളെ സഹായിക്കും. നമ്മുടെ ശാരീരികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മറികടന്ന്
നമുക്കൊരു എനർജി വരും, നമ്മുടെ ശരീരം സ്ട്രോങ് ആവും. ഇതാണ് 4ാമത്തെ പോയിന്റ്. നമ്മുടെ സാധ്യതകൾ, നമ്മുടെ ഗോളുകൾ വളരെ ഫാസ്റ്റായിട്ട് അച്ചീവ് ചെയ്യാൻ ഈ റൊട്ടീൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ മാനേജ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്, നമുക്ക് എക്സ്ട്രാ സമയം കണ്ടെത്താൻ പറ്റും. നമ്മുടെ ഒരു സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് കോൺഫിഡൻസ് എന്ന് പറയുന്ന സംഭവമാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ തന്നെ ജീവിതത്തിന് ഒരു ഡിസിപ്ലിൻ നമ്മൾ കൊടുക്കും. അതിൻ്റെ വഴിയെ വരുന്ന ഒരു ബോണസ് ആണ് നമ്മുടെ കോൺഫിഡൻസ്. ഓക്കെ, കോൺഫിഡൻസ് എല്ലാം വഴിയേ വരുന്നതാണ്. പിന്നെ ജീവിതത്തെ നേരിടാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ചാലഞ്ചസ് വന്നു കഴിഞ്ഞാൽ റെസിസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. ക്ലിയർ? ദെൻ നമ്മുടെ മൈൻഡിൽ ക്ലാരിറ്റി വരും. നമ്മുടെ മനസ്സിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തത വരും. ഇങ്ങനെ സ്പ്രെഡായിട്ട് സ്കാറ്റേർഡായിട്ട് ചിതറിക്കിടക്കുന്ന രീതിയിലുള്ള ചിന്തകളെയൊക്കെ മാറ്റി ഒരു കൃത്യമായ വിഷനും മിഷനും നമുക്ക് ഉണ്ടാവാൻ തുടങ്ങും അല്ലേ? കാരണം ചിന്തകൾ കൂടി മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത്, നമ്മൾ റുട്ടീൻ പ്രോപ്പറായി ചെയ്യുന്ന സമയത്ത്, ഡിസിപ്ലിൻ വരുന്ന സമയത്ത് നമ്മുടെ ചിന്തകൾ ക്ലാരിറ്റിയിൽ വരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? ദെൻ ബിൽഡ് ഗുഡ് ഹാബിറ്റ്സ്. പുതിയ പുതിയ നല്ല ശീലങ്ങൾ വരും. സജന മാം, ഏകദേശം എത്ര സമയമുണ്ട്? ഇനിയുണ്ട്, ഒരു സമയമുണ്ട്, 10 മിനിറ്റ് കൂടി ഉണ്ട്. ഓക്കെ. ദെൻ പുതിയ ശീലങ്ങൾ നമ്മൾ നമ്മളിലേക്ക് കൊടുക്കും. ആദ്യം അതങ്ങോട്ട് ഇട്ട് കൊടുക്കും, ഫൗണ്ടേഷൻ നടത്തും. ദെൻ അത് ബിൽഡ് ചെയ്തെടുത്തിട്ട് ഒരു നല്ല, എന്താ പറയാ, നമ്മളെ വാർത്തെടുക്കും. പഴയ കുറേ വേണ്ടാത്ത ശീലങ്ങൾ, നമുക്ക് ഉപകാരമില്ലാത്ത ശീലങ്ങൾ അങ്ങോട്ടേക്ക് പോകും. നല്ല ശീലങ്ങൾ വരുമ്പോൾ ഒന്നുമില്ലെങ്കിലും, ഏത് ഡേഞ്ചർ ക്രൈസിസിലാണെങ്കിലും ശരി, മാനസികമായ ഒരു സമനില, ഒരു ബാലൻസിങ് കൊണ്ടുവരാൻ നമുക്ക് കഴിയും. നമ്മുടെ ശീലങ്ങൾ നമ്മളെ അതിന് സഹായിക്കും. ഓരോ ദിവസവും വളരെ കൃത്യമായി പ്ലാൻഡ് ആയിട്ട് വരുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും, വരാൻ പോകുന്ന ദിവസങ്ങൾക്കും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും. ഓക്കെ. ദെൻ പിന്നെയുള്ള ഒരു പോയിന്റ്, സ്ട്രെസ് ഫ്രീ ലൈഫ്. അതെല്ലാവർക്കും അറിയാം. സ്ട്രെസ് ഫ്രീ ലൈഫ്, സമ്മർദ്ദങ്ങളില്ലാത്ത ജീവിതം. സമ്മർദ്ദങ്ങളില്ലാത്ത ജീവിതം ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ്. EMI അടയ്ക്കാനുള്ളവന് എവിടെ നിന്നാണ് സമാധാനം ഉണ്ടാവുന്നത്? നാളെ ലോൺ പേയ്മെന്റ് കൊടുക്കണം, ക്യാഷ് ഇല്ല, എവിടെ നിന്നാണ് സമാധാനം ഉണ്ടാവുക? നാളെ കുട്ടികൾക്ക് ഫീസ് കൊടുക്കാൻ ക്യാഷ് ഇല്ല, എവിടെ നിന്നാണ് സമാധാനം ഉണ്ടാവുക? നാളെ എൻ്റെ വർക്ക് പ്രോജക്റ്റ് സബ്മിഷൻ്റെ ഡേ ആണ്, ഞാൻ പ്രോപ്പറായിട്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, എവിടെ നിന്നാണ് സമാധാനം ഉണ്ടാവുക? നാളെ വർക്കിന് പോകാൻ ഇൻട്രസ്റ്റ് ഇല്ല, അവിടുത്തെ പ്രഷർ കാരണം എനിക്ക് പറ്റുന്നില്ല, എവിടെ നിന്നാണ് സമാധാനം ഉണ്ടാവുക? അപ്പൊ ഇതൊന്നും ഉണ്ടാവില്ല. ഇതെല്ലാം സമ്മർദ്ദങ്ങളിലേക്കാ കൊണ്ടുപോവുക. സ്ട്രെസ് ഫ്രീ ലൈഫ് എന്ന് പറയുന്ന കാര്യങ്ങൾ, ഞാൻ സാമ്പത്തികമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതിന് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു പാർട്ടാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നതും, നമ്മുടെ ദിവസങ്ങൾ എന്ന് പറയുന്നതും, അതിനെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു പാർട്ടാണ് നമ്മുടെ ദിവസം, നമ്മുടെ മനസ്ഥിതി, നമ്മുടെ ചിന്തകൾ എന്നൊക്കെ പറയുന്നത്. കുറേയൊക്കെ അതിൻ്റെ തന്നെ ഇമ്പാക്റ്റുകളാണ്, പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. സോ ഇത്രയും പോയിന്റ്സ് നമ്മൾക്ക് ടൈം മാനേജ് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ ഡെയിലി ഉള്ള ഒരു ദിനചര്യ സെറ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഗുണങ്ങളാണ്, പോസിറ്റീവായ കാര്യങ്ങളാണ്. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ മനസ്സിൽ എല്ലാം വരുന്ന അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ആണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഡെയിലി റുട്ടീൻ സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഓക്കെയാണ്. ഓക്കെ. ദെൻ നമുക്ക് ഒരു 10 ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നോക്കാം. ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് കേട്ടോ പറയുന്നത്. സോ എങ്ങനെയാണ് ഹൗ ടു സെറ്റ് അവർ ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞാൽ, സ്റ്റാർട്ട് വിത്ത് ഇന്റൻഷൻ എന്നുള്ളതാണ്. ഉദ്ദേശത്തോടെ നമ്മൾ തുടങ്ങണം. ഇന്നത്തെ ദിവസം എന്താണ്, എന്തിനു വേണ്ടിയാണ് എന്ന് ഉദ്ദേശത്തോടെ അങ്ങ് തുടങ്ങിക്കൊള്ളുക.
ഒരു ഉദ്ദേശവും ഇല്ലാതെ തുടങ്ങരുത്, എവിടെ എത്താൻ പോകുന്നില്ല. മനസ്സിലായോ? ഇന്ന് എനിക്ക് എൻ്റെ ഗോളിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ ഒരു സ്റ്റെപ്പ് എടുക്കണം. ഇതാണ് ഇന്ന് എൻ്റെ ഉദ്ദേശം. എൻ്റെ മോട്ടീവ്, ക്ലിയർ ഇന്റൻഷൻ ഞാൻ സെറ്റ് ചെയ്തു കേട്ടോ. അതാണ് ഇന്നത്തെ എൻ്റെ ഉദ്ദേശം. സോ അങ്ങനെ തുടങ്ങുന്ന ദിവസം ആ ഒരു ഇന്റൻഷൻ ആ ലൈഫ് ലോങ് ഇങ്ങനെ പോകണം. നമ്മുടെ കണ്ണുകളിലൂടെ, നമ്മുടെ മനസ്സിലൂടെ, നമ്മുടെ ചിന്തയിലൂടെ ഇങ്ങനെ അങ്ങ് പോകണം. ആ ഇന്റൻഷൻ, അതിനാണ് സെറ്റിംഗ് എന്ന് പറയുന്നത്. രാവിലെ എണീറ്റാൽ തന്നെ ഉടനാണ് സെറ്റ് ചെയ്തോളാം. ഒരു ഡൗട്ടും വേണ്ട. നമുക്ക് എല്ലാവർക്കും ഗോൾസ് ഉണ്ട്, അംബീഷൻസ് ഉണ്ട്, ഇവിടൊക്കെ എത്തണമല്ലോ. ഇതിലേക്ക് ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് എടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ അല്ലേ? അതുകൊണ്ട് ആദ്യം തന്നെ അതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ദെൻ പ്രോപ്പർ സ്ലീപ്പിംഗ് ടൈം അഥവാ ഫിക്സ് യുവർ വേക്കപ്പ് ടൈംസ്. എഴുന്നേൽക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് എന്നുള്ളത് കൃത്യമായ ഒരു സമയം നിശ്ചയിക്കുക. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസിനെ ഒന്നും ബാധിക്കാതിരിക്കാൻ, കൂടുതൽ പ്രശ്നങ്ങൾ ശരീരത്തിലേക്ക് വിളിച്ചു വരുത്താതിരിക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവും. എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് എന്നുള്ളത് കൃത്യമായൊരു സമയം ഉറക്കത്തിന് നമ്മൾ കൊടുക്കണം. എത്ര കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, എത്ര പ്രൊഡക്റ്റീവ് ആവണമെന്ന് വിചാരിച്ചാലും ശരി, നിങ്ങൾ എനർജറ്റിക് ആവണമെങ്കിൽ കൃത്യമായൊരു സ്ലീപ്പിംഗ് ടൈം നമുക്ക് ഉണ്ടാവണം, സെറ്റ് ചെയ്യാൻ. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത്. മോർണിംഗ് മൈൻഡ് സെറ്റ് പ്രാക്ടീസ് ആണ് മൂന്നാമത്തെ പോയിന്റ്. അതായത് മാനസിക നിലയെ ബാലൻസിലേക്ക് കൊണ്ടുവരുന്ന ചില എക്സസൈസുകളൊക്കെ ഉണ്ട്. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഓൾറെഡി ഒരു എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുകയാണല്ലേ. കൃത്യമായ ഒരു മെഡിറ്റേഷനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൈൻഡ് എക്സസൈസുകളോ ഒക്കെ ചെയ്തിട്ട് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ റിഫ്രഷ് ആക്കി വെക്കുക. അത് ഡെയിലി രാവിലെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്യുമ്പോൾ മാത്രമാണ് ചിന്തകൾ ഇങ്ങനെ തെളിഞ്ഞു വരിക. പുഴയിൽ കലങ്ങിയ വെള്ളം കണ്ടാൽ നമുക്ക് വല്ലതും മനസ്സിലാവും എൻ്റെ അടിയിലുണ്ടെന്ന്. ദെൻ അതിങ്ങനെ തെളിഞ്ഞ് കണ്ണാടി പോലെ വരുമ്പോഴാണ് അതിനുള്ളിലുള്ളതൊക്കെ കാണാൻ നമുക്ക് കഴിയുക. അപ്പൊ അങ്ങനെ നമ്മുടെ ചിന്തകള് ക്ലാരിറ്റിയിൽ വരണമെങ്കിൽ ദിവസവും രാവിലെ ഒരു ഡെയിലി റുട്ടീൻ മൈൻഡ് എക്സസൈസ് നമ്മൾ സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. എങ്കിലും ഒരു 5-10 മിനിറ്റ് മെഡിറ്റേഷൻ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് എന്നാണ് പറഞ്ഞത്. കാരണം അതിന് പവറുണ്ട്. എന്തിനേക്കാളും പവറുണ്ട് മെഡിറ്റേഷന് കേട്ടോ. അത് ചെയ്യുക. ദെൻ പ്ലാൻ ബിഫോർ യു ആർ പിക്കിംഗ്. നമ്മുടെ ദിവസത്തെ പ്ലാൻ ചെയ്യുക. തുടങ്ങുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്യുക. നമ്മൾ പറയാറില്ലേ, എഴുതുന്നതിന് മുമ്പ് ചിന്തിക്കുക, പറയുന്നതിന് മുമ്പ് ചിന്തിക്കുക അല്ലെ? ഇതേപോലെ നമ്മൾ ആദ്യം തുടങ്ങരുത്, ചിന്തിക്കുക. എന്താണ് ഞാൻ എൻ്റെ ഈ ദിവസം ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടാവും, ഓരോ ഇഷ്ടങ്ങളുണ്ടാവും. അതിനനുസരിച്ച് നിങ്ങൾ അത് സെറ്റ് ചെയ്താൽ മതി. ക്ലിയർ? ദെൻ ആഡ് ഹെൽത്ത് ബ്ലോക്സ്. നമ്മുടെ എക്സസൈസ്, ഡ്രിങ്കിങ് വാട്ടർ, മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം നീക്കാനായിട്ടാണ് ഈ പറയുന്ന പോയിന്റ് ഉള്ളത്. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്നത്, രാവിലെ എഴുന്നേറ്റാൽ വെള്ളം കുടിക്കണം. പ്രോപ്പർ ഡെയിലി റുട്ടീനൊക്കെ ഉള്ള ആളുകൾക്കിടെ എല്ലാം അറിയാം കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടി അങ്ങ് പറഞ്ഞു പോവാന്നേ. അപ്പൊ അത് അറിയുന്നവർ ജസ്റ്റ് അങ്ങ് എന്താ അറിയാം എന്നുള്ള രീതിയിൽ ഇരുന്നോളൂ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നല്ല വെള്ളം. അത് തണുത്ത വെള്ളമാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. ചൂടുവെള്ളമാണെങ്കിൽ അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എനർജിയാണ്. കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പമ്പിങ് ഒക്കെ അടിപൊളിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് സ്മൂത്ത് ആവുക, കാര്യങ്ങൾ അതുവരെ നമ്മൾ ഉറങ്ങുകയായിരുന്നു, കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയിട്ടൊന്ന് ഇങ്ങോട്ട് വരണം. അതിനു വേണ്ടി കുറച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഒന്നങ്ങോട്ട് മാറി നിൽക്കും. നമ്മൾ പുതിയ ആക്റ്റീവായ സിറ്റുവേഷനിലേക്ക് എനർജി മാറി തുടങ്ങും. എക്സസൈസ് ചെയ്യുക എന്നുള്ളത് ശരീരത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇങ്ങനെ കിടക്കുവാണ്. ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ് അതിനെയൊക്കെ ഒന്ന് സ്മൂത്താക്കി എടുക്കാൻ നമ്മളൊരു ചെറിയ ഒരു വർക്കൗട്ട് ചെയ്യുക. വളരെ ചെറുത് 1, 2, 3 സ്റ്റെപ്പുകളെങ്കിലും നമ്മൾ അങ്ങോട്ട് ചെയ്യുക. അതെന്താന്ന് വെച്ചാൽ
ആ ഒരു ആക്ടിവേഷൻ അപ്പം നടന്നാലാണ് ആ ദിവസം മുഴുവനും ആ എനർജി നമുക്ക് വരുള്ളൂ. ഒരു എക്സസൈസ് ചെയ്യുക, അതിൻ്റെ കൂടെ മെഡിറ്റേഷൻ പോലെയുള്ള മാനസികമായിട്ടുള്ള വ്യായാമങ്ങൾ നമുക്ക് നല്ലതാണ്. ദെൻ ലിമിറ്റ് ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാം എല്ലാവർക്കും, സ്ക്രോളിങ്, മെയിൻലി സ്ക്രോളിങ് ഇപ്പൊ നടക്കുന്നത് അതായതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത്. നമുക്ക് ഡിസ്ട്രാക്ഷൻസ് അങ്ങോട്ട് കുറയ്ക്കുക, ചിന്തകളെ വഴിതിരിച്ചു വിടുന്ന, ചിന്തകളെ സ്കാറ്റേർഡ് ആയിട്ട് കാണിക്കുന്ന, ചിന്തകളെ ഒരിക്കലും ഇങ്ങനെ ഒരു സ്ഥലത്ത് ഏകീകരിക്കാൻ സമ്മതിക്കാത്ത എല്ലാത്തിനെയും അങ്ങ് വിട്ടോളുക. ഫോണൊക്കെ വേണം, ഒരു പരിധിയുണ്ട്, ഒരു സമയമൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെ കാണുക, അല്ലെങ്കിൽ ഒരു റിമൈൻഡർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഫോൺ എടുക്കുമ്പോഴത്തേക്കും ഒരു 15-20 മിനിറ്റ് ഒന്ന് ഒരു റിമൈൻഡർ അതിൽ സെറ്റ് ചെയ്ത് വെക്കുക. റിമൈൻഡർ പിന്നെ സൗണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പം അത് അങ്ങോട്ട് ഓഫ് ചെയ്തോളാം. മനസ്സിലായോ? അപ്പൊ അതൊക്കെ അത്രയും മതി. അതിന്റെ യൂസ് ഒരുപാടൊന്നും പിന്നെ നിങ്ങൾ ഒരിക്കലും എവിടെ എത്തിക്കാൻ പോകുന്നില്ല. അതൊക്കെ കുറയ്ക്കുക. ആവശ്യമുള്ളതിനാവാം, പക്ഷെ അനാവശ്യമാണെങ്കിൽ അത് കുറയ്ക്കുക. ദെൻ ടൈം ബ്ലോക്ക് യുവർ ഡേ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സമയത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. ലേണിങ്ങിന് നമ്മുടെ ജോലി എപ്പോഴാണ്, നമുക്ക് റെസ്റ്റ് ടൈം എപ്പോഴാണ്, നമ്മുടെ സെൽഫ് കെയർ നമ്മൾ എപ്പോഴാണ് ടൈം കണ്ടെത്തുന്നത്, ഈ രീതിയിൽ നമ്മൾ അങ്ങ് സെറ്റ് ചെയ്യുന്നതിനാണ് ടൈം ബ്ലോക്ക് യുവർ ഡേ എന്ന് പറയുന്നത്. അത് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്യും, നമ്മുടെ ഡേ റുട്ടീൻ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അത് നമ്മൾ നോക്കണ്ട. ദെൻ ടേക്ക് ബ്രേക്സ് വൈസ്ലി. നമുക്ക് എല്ലാം വേണം, നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കണം, പക്ഷെ എന്ന് വേണം, നമുക്കൊരു ഷോർട്ട് ബ്രേക്സ് വേണം, റിലാക്സിങ് മൊമെന്റ്സ് വേണം, ഇതെല്ലാം വേണം. കാരണം ബ്രേക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള ഒരു 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 റിലാക്സിങ്ങിന് നമുക്കൊരു ബ്രേക്ക് വേണം. ദെൻ പിന്നെ ഉള്ളത് ഈവനിങ് റിഫ്ലക്ഷൻ ആണ്. ഒരു 10 മിനിറ്റ് എപ്പോഴും നമ്മൾ മാറ്റി വെച്ചേക്കണം. എന്തിനു വേണ്ടിയാ? നമ്മുടെ ഒരു സെൽഫ് റിവ്യൂ. നമുക്ക് നമ്മുടേതായ കുറച്ച് കാര്യങ്ങൾ വേണ്ടേ, നമ്മുടേതായ ഒരു ചിന്ത വേണ്ടേ, ഞാൻ ഇന്ന് എനിക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന് അറിയണ്ടേ, ഇതിനൊക്കെ വേണ്ടി ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ദെൻ എവിടെയൊക്കെയാണ് എനിക്ക് ഇമ്പ്രൂവ്മെന്റ് വേണ്ടത്, ഞാനിപ്പോൾ പോകുന്നത് ഇനി ഒരു ഗോളിലേക്കാണ്, അപ്പൊ ഇന്ന കാര്യങ്ങളാണ് എനിക്കുള്ളത്, ഇവിടെ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് വേണം, ആ ഭാഗങ്ങളൊക്കെ നോട്ട് ചെയ്ത് അതിന് വേണ്ട കാര്യങ്ങളും കൂടെ ആഡ് ഓൺ ചെയ്ത് പോകാൻ നിങ്ങൾക്ക് കഴിയും. ഓക്കെ. ദെൻ സ്ലീപ്പ് റൂട്ടീൻ. സ്ലീപ്പ് വേക്കപ്പ് എന്നുള്ളതിന് എന്താണ്? കൃത്യമായിട്ടുള്ളൊരു സമയം ഫിക്സ് ചെയ്യുക. നിങ്ങൾക്കൊരു 7 മണിക്കൂർ ഉറങ്ങണം, സമയം ഫിക്സ് ചെയ്തോളൂ. 6 മണിക്കൂർ മതിയോ? സമയം ഫിക്സ് ചെയ്തോളൂ. 5 മണിക്കൂർ മതിയോ? സമയം ഫിക്സ് ചെയ്തോളൂ. പക്ഷെ അത് കൃത്യമായിരിക്കണം. രാത്രിയിൽ ഒരു 10 മണിക്ക് ഉറങ്ങുന്ന ആള് ഒരു 4 മണിക്കൊക്കെ എഴുന്നേൽക്കാൻ ഈസി ആയിട്ട് പറ്റും. ഇനി അതല്ല, 8 മണിക്ക് ഉറങ്ങുന്ന ആളാണെങ്കിൽ ഈ ബ്രഹ്മ മുഹൂർത്തത്തിലൊക്കെ ചിലർക്കൊക്കെ അത് അറിയുന്നുണ്ടാവും, അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണ്. നമുക്ക് ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ എനർജറ്റിക് ആയിരിക്കും. നമുക്ക് മെഡിറ്റേഷൻ എല്ലാം ഡീപ്ലി വൈസ്ലി വർക്ക് ആവുന്ന ഒരു സമയം കൂടിയാണ്. ആ സമയത്തൊക്കെ എഴുന്നേൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാ ഈ പറഞ്ഞ പോലെ അഫർമേഷൻസോ അതല്ലെങ്കിൽ ആ രീതിയിലൊക്കെ നിങ്ങളെ ലൈഫിനെ കുറച്ചും കൂടി ചേഞ്ച് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആണ് കേട്ടോ. പക്ഷെ അതിന് കഴിയാത്ത ആളുകൾ ഉണ്ടാവും. അതുകൊണ്ട് ഇനിയിപ്പോൾ 8 മണിക്ക് കിടക്കുന്നവർക്കാണെങ്കിൽ 3 മണിക്കൊക്കെ എഴുന്നേൽക്കാൻ ഈസിയാണ്, 10 മണിക്കാണെങ്കിൽ 4 മണിക്ക് ഈസിയാണ്, 11 മണിക്കാണെങ്കിൽ ഒരു 5 മണിക്ക് ഈസിയാണ്. ഇതിലേതെങ്കിലും ഒരു സമയം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ റെഡി ആയിക്കോളാം. അപ്പൊ ഇത്രയും പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്റൻഷൻ, അതായത് സ്റ്റാർട്ട് വിത്ത് ഇന്റൻഷൻ. നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ കൃത്യമായിട്ട് ഉദ്ദേശിച്ചോളുക, ഇന്റൻഷൻ കൊടുത്തോളുക, മോട്ടീവ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തത് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു സ്ലീപ്പിംഗ് ടൈം നമ്മൾ ഫിക്സ് ചെയ്യണം. മോർണിംഗ് മൈൻഡ് സെറ്റ് പ്രാക്ടീസ് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ ദിവസം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ പ്ലാൻ ചെയ്തിരിക്കണം, എന്ത് ചെയ്യണം, ഈ ദിവസത്തെ എങ്ങനെ ഉപയോഗിക്കണം. ദെൻ ആഡ് ഓൺ വിത്ത് ഹെൽത്ത് ബ്ലോക്സ്, അതായത് നമ്മുടെ കുറച്ച് കാര്യങ്ങൾ, അതായത് എക്സസൈസ്, ഡ്രിങ്കിങ് വാട്ടർ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ഹെൽത്ത് ബ്ലോക്സ് മാറാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ദെൻ ലിമിറ്റഡ് ഡിസ്ട്രാക്ഷൻ, സ്ക്രോളിങ് പരിമിതപ്പെടുത്തുക, റിമൈൻഡർ വെച്ച് പരിമിതപ്പെടുത്തുക. എങ്കിലാണ് നമുക്ക് ഫോക്കസിങ് കൃത്യമായിട്ട് നടക്കൂ, ചിന്തകളെ ചിതറിക്കരുത്. ദെൻ ടൈം ബ്ലോക്ക് യുവർ ഡേ എന്ന് പറഞ്ഞാൽ ലേണിങ്ങിനും വർക്കിനും റെസ്റ്റിനും സെൽഫ് കെയറിനും ഒക്കെ ആയിട്ട് എത്ര സമയമാണ് നമ്മൾ നീക്കി വെക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് കാണുക. ദെൻ ടേക്ക് ബ്രേക്ക് വൈസ്ലി, അതായത് ഷോർട്ട് ബ്രേക്കുകൾ നമ്മൾ എടുത്തിരിക്കണം. നമുക്ക് നമ്മുടെ എൻജോയ്മെന്റ് റിലാക്സിങ് മൂഡ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ദെൻ ഈവനിങ് റിഫ്ലക്ഷൻ, 10 മിനിറ്റ് നമുക്ക് സ്വന്തം ഒരു സെൽഫ് റിവ്യൂവിന് വേണ്ടിയിട്ട് കൊടുക്കുക. 10 മിനിറ്റ് അല്ലേ ഉള്ളൂ, അങ്ങോട്ട് കൊടുത്തേക്കുക. നമുക്ക് വേണ്ടി ചിന്തിക്കാൻ നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത്? ആരുമില്ല. നിങ്ങൾക്ക് എല്ലാവരും ഉണ്ടാവും, വെറുതെയാണ്. നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. 10 മിനിറ്റ് അല്ല, നിങ്ങൾക്ക് 15 മിനിറ്റ് കൊടുക്കാൻ പറ്റുമോ? കൊടുത്തേക്കുക. പക്ഷെ മാനേജ് ചെയ്തിട്ട് വേണമെന്ന് മാത്രം സമയം. ദെൻ
സ്ലീപ്പ് റൂട്ടീൻ, അതായത് വേക്കപ്പിനും സ്ലീപ്പിനുമായിട്ട് കൃത്യമായിട്ടൊരു ടൈം നിങ്ങൾ ഫിക്സ് ചെയ്തോളൂ. ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അതായത് എങ്ങനെ നിങ്ങൾക്കത് സെറ്റ് ചെയ്യാം എന്നുള്ളത് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ, ഈ ഐഡിയ മാത്രമേ വേണ്ടൂ. ഇനി സമയം വെച്ച് ഇന്ന കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യാമെന്നുള്ള ഒരു ചാർട്ട് നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതും കൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബോറായി പോകും. പക്ഷെ നിങ്ങൾക്ക് ചിന്തിച്ച് ചെയ്യാൻ എന്തെങ്കിലും ഇട്ട് തരുമ്പോഴാണല്ലോ എനിക്കൊരു സന്തോഷമുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഡെയിലി റുട്ടീൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ബെറ്റർ ടൈം മാനേജ്മെന്റ് ഉണ്ട്, ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ഉണ്ട്, മെന്റൽ പീസ് ഉണ്ട്, ഹെൽത്ത് ആൻഡ് എനർജി ഉണ്ട്, പിന്നെ നമ്മുടെ അച്ചീവ് ഗോൾ ഫാസ്റ്റർ ഉണ്ട്, സെൽഫ് ഡിസിപ്ലിൻ, കോൺഫിഡൻസ്, ക്ലാരിറ്റി ഓഫ് മൈൻഡ്, സേവ് ടൈം ആൻഡ് എനർജി, ബിൽഡ് ഗുഡ് ഹാബിറ്റ്സ്, സ്ട്രെസ് ഫ്രീ ലൈഫ്. കുറച്ച് കാര്യങ്ങൾ ബെനിഫിറ്റ്സ് ആയിട്ടും പറഞ്ഞിട്ടുണ്ട്. ഒരു ഐഡിയ നിങ്ങൾക്ക് വന്നില്ലേ? ഇത്രയല്ലേ വേണ്ടൂ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. ഓക്കേ, ഒരു ക്ലാരിറ്റി വന്നില്ലേ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? സമയം അധികരിച്ചു എന്ന് തോന്നുന്നു. ഓക്കെ അല്ലേ? എല്ലാവരും നേരത്തെ എഴുന്നേൽക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങളോട് ഇത് പറയാൻ. ഓൾറെഡി നിങ്ങളിത് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതിന്റെ ഇമ്പോർട്ടൻസും എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതും കൂടി ഒന്നുകൂടിയൊക്കെ നിങ്ങൾക്ക് അറിവ് കിട്ടുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾ തന്നെ പ്രൊഡക്റ്റീവ് ആവും, അല്ലെങ്കിൽ ആക്റ്റീവ് എനർജി ഒക്കെ ആയിട്ട് മാറും. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് എടുത്തത് പോലും. കാരണം ആദ്യത്തെ ഇനിയൊരു റീസ്റ്റാർട്ടാണ് എന്നെ സംബന്ധിച്ച്. അപ്പൊ ആദ്യം തന്നെ ഒരു റുട്ടീൻ കിടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഓക്കെ അല്ലേ എല്ലാവർക്കും? മാം, എന്നാ ഏകദേശം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? മൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാണ്ടെങ്കിൽ പറയാട്ടാ, എന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു മാം. ഓക്കെ, യൂസ്ഫുൾ. നല്ല സെഷൻ ആയിരുന്നു. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റില്ല. വീഡിയോ ഞാന് ശരിക്കും അതിന്റെ ഒരു കാര്യത്തിനാണ് എനിക്ക് സമയം അങ്ങ് പോയത്. ഞാൻ ഇവിടെ മഴയൊക്കെയാണ്, അതുകൊണ്ട് അത് തോന്നുന്നു കിട്ടുന്നില്ല. അപ്പൊ അത് സമയം കളയണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. നമുക്ക് സമയമാണല്ലോ പ്രധാനം. ഇപ്പൊ പറയുന്നത് സമയത്തെ കുറിച്ചല്ലേ? അതെ അതെ, നല്ല ക്ലാസ് ആയിരുന്നു. ഓ, താങ്ക് യു. അതെന്താ അറിയോ മാം, പുതിയ ആളല്ലേ, അപ്പൊ എല്ലാവർക്കും കാണാൻ ആഗ്രഹം ഉണ്ടാവേ. ഞാൻ ഫസ്റ്റിലെ എന്താ പറഞ്ഞേ, ഞാൻ എന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതേ ഇവിടെയാ. പിന്നെ എങ്ങനെയാ നമ്മള് കാണാതിരിക്കുക? നമ്മള് കാണും. നെക്സ്റ്റ് തൊട്ടിട്ട് നമ്മൾ എന്തായാലും വീഡിയോ വരും കേട്ടോ. ഇപ്പൊ അറിയില്ല, നെറ്റ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാന് ഇതിലാണ് ഉണ്ടായിരുന്നത്, സജന മാമിനെ അറിയാം. പിന്നെ അങ്ങനെ കുറച്ച് ജോലിയൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു നോളജ് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമല്ലോ, നമ്മളിങ്ങനെ പോയിട്ട്. അപ്പൊ അതിനൊക്കെ ഒന്ന് അങ്ങോട്ട് കറക്കിയിട്ട് ഇങ്ങോട്ട് വന്നു. ജോലിയായിരുന്നു? ജോലി എന്ന് പറഞ്ഞാൽ പല ജോലിയും ചെയ്തു. HR-ലാണ് വർക്ക് ചെയ്തിരുന്നത്. പിന്നെ BDM ആയിട്ട് വർക്ക് ചെയ്തു. പിന്നെ HR കൗൺസിലറായിട്ട് വർക്ക് ചെയ്തു. ദെൻ ഇപ്പൊ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തു. ഇപ്പൊ ഇല്ല കേട്ടോ, ഇപ്പൊ എല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ ഫുൾ ടൈം ഇനി വിൻബിളിലാണ് ഉണ്ടാവുക, ട്രെയിനറായിട്ട്, കോച്ചായിട്ട്. എന്താണ്? വീട് വീട് തൃശ്ശൂരാണ് കേട്ടോ. വിമ്പിളിന്റെ അടുത്താണോ? വിൻബിളിന്റെ അടുത്ത് അല്ല, ഞാൻ തൃശ്ശൂർ ചേലക്കര എന്ന് പറയും. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി ആർക്കൊന്നും പറയാനില്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ അറിയിക്കാം. താങ്ക് യു. സജന മാം, പറഞ്ഞോളൂ മാം, പറഞ്ഞോളൂ. നമ്മള് ശാലിനി മാമിനെ കണ്ടില്ലെങ്കിലും
ക്ലാസ് നല്ലതായിരുന്നു. പ്രത്യേകിച്ചും അതെ. ഡെയിലി റൂട്ടീൻ എടുത്തപ്പോൾ ടൈമിന്റെ മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് അറിയാവുന്ന ആളായിട്ട് തന്നെ തോന്നി. ഒരു അതെ. ഇത്തിരി സമയം പോലും വേസ്റ്റ് ആക്കി കളയാതെ വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് ക്ലാസ് എടുത്തത്. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. വളരെ നന്നായിട്ട് എല്ലാ പോയിന്റ്സ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഓക്കെ, താങ്ക് യു മാം. ഓ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ? എല്ലാവരും ഫീഡ്ബാക്ക് course. ഗ്രൂപ്പിൽ അറിയിക്കും. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും താങ്ക് യു.